പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മോൺട്രിയൽ ബയോഡോമിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. 1976 മോൺട്രിയൽ ഒളിമ്പിക്സ് നടന്നപ്പോൾ ട്രാക്ക് സൈക്ലിംഗ് ആൻഡ് ജൂഡോ ഇവൻസിന് വേണ്ടി ഉണ്ടാക്കിയ വെലോഡ്രോമാണ് 1992 ഇൻഡോർ നേച്ചർ എക്സിബിറ്റ്സ് വയ്ക്കുവാനായി ബയോഡോം ആക്കി മാറ്റിയത്. വെലോഡ്രോം ബിൽഡിങ്സും അതിനോട് ചേർന്ന ഒളിമ്പിക് പൂളും എങ്ങനെ ഇഫക്റ്റീവായി ഭാവിയിൽ ഉപയോഗപ്പെടുത്താം എന്ന ഒരു ഫീസിബിലിറ്റി സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടാണ് ഇത് ഇന്ന് കാണുന്ന രൂപത്തിൽ മാറ്റിയെടുത്തത്. എൻ്റെ മോളും കുടുംബവും സന്ദർശിച്ചപ്പോൾ എടുത്ത ചില ചിത്രങ്ങളും വീഡിയോസുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബയോഡോം എന്നാൽ ഹൗസ് ഓഫ് ലൈഫ് എന്നാണ് അർത്ഥം. ഇന്നിവിടെ സന്ദർശകർക്ക് മനോഹരമായ പ്രകൃതി രമണീയമായ ജൈവസമ്പത്തിൻ്റെ കാഴ്ചകൾ ആസ്വദിച്ച് നടക്കുവാനുള്ള വനപാതകൾ ഉണ്ട്. പ്രധാനമായും സിമുലേറ്റഡ് ഫോറസ്റ്റ് ആണ് ഇവിടെയുള്ളത്. ട്രോപ്പിക്കൽ ഫോറസ്റ്റിനെ മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ലോറൻഷ്യൻ ഫോറസ്റ്റിനെ മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, സെയിൻറ്റ് ലോറൻസ് ഇക്കോസിസ്റ്റം മോഡൽഡാണ്. അതുപോലെ തന്നെ സപ്പോളാർ റീജിയനിലാണ് അന്റാർട്ടിക് റീജിയനിൽ കാണുന്ന ആനിമൽസ് ഉള്ളത്, അതായത് നമ്മുടെ പെൻഗ്വിൻ പോലുള്ള ആനിമൽസ് ഉള്ളത്. എന്തായാലും സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു ദിവസം ഇവിടെ ചിലവഴിക്കാൻ കഴിയും. അത്രയ്ക്ക് നല്ലൊരു പിക്നിക് ഏരിയയാണ്. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒളിമ്പിക് സൈക്ലിംഗ് സ്റ്റേഡിയമായി നിർമ്മിച്ച ആ വെലോഡ്രോം ബിൽഡിങ്ങിനുള്ളിലാണ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ പലതരത്തിലുള്ള ട്രോപ്പിക്കൽ ആനിമൽസ്, അതുപോലെ അന്റാർട്ടിക് റീജിയണിൽ പെൻഗ്വിൻസ് പോലുള്ള ആനിമൽസ്, പിന്നെ പലതരത്തിലുള്ള വർണ്ണാഭമായ മീനുകൾ നിറഞ്ഞ അക്വേറിയം. ഇതെല്ലാം നയനമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് കാണുന്നത് അമേരിക്കയിലെ 4 തരം ഇക്കോസിസ്റ്റത്തിൻ്റെ പകർപ്പുകളാണ്, റെപ്ലിക്കാസ് ഓഫ് ദ 4 മെയിൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആൻഡ് ഓൾ ഓഫ് അമേരിക്കയാണ് നമ്മളിവിടെ കാണുന്നത്. എന്തുകൊണ്ടും ഒരു പെർഫെക്റ്റ് ഫാമിലി ഔട്ടിങ്ങിന് പറ്റിയ ഒരു പിക്നിക് സ്പോട്ടാണിത്. പാർക്കിൻ്റെയൊക്കെ ഏരിയയിൽ കൊച്ചുകുട്ടികൾക്ക് കളിക്കാൻ ധാരാളം ഫെസിലിറ്റീസ് ഉണ്ട്. എൻ്റെ ഗ്രാൻഡ് സൺ എൻജോയ് ചെയ്യുന്ന ഒരു വീഡിയോയും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കോസിസ്റ്റം ഇൻഡോറായി എങ്ങനെ പ്രിസർവ് ചെയ്യാം എന്നതിനൊരു ഉത്തമ ദൃഷ്ടാന്തമാണ് മോൺട്രിയൽ ബയോഡോം. ഇതിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ പോയില്ലെങ്കിൽ പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ധാരാളം ദൃശ്യങ്ങൾ ഇതിനകത്തുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. Thank you so much for watching this video.